ഇറാനെ തകർക്കുക എന്ന് പ്രതിജ്ഞ ചെയ്ത അമേരിക്കയുടെ മുന്നിലൂടെ കുതിച്ചുയരുകയാണ് ഇറാൻ. പല വഴിയിലൂടെയും പല കുറി ശ്രമിച്ചിട്ടും ഒന്നും ചെയ്യാനാകാതെ വന്നതോടെ ഇറാനിൽ രാഷ്ട്രീയ അട്ടിമറി നടത്താനാണ് അമേരിക്കയുടെ തീരുമാനം. അമേരിക്കയും ഇസ്രായേലും വരയ്ക്കുന്ന വരകളിൽ സഞ്ചരിക്കുന്ന രാജ്യങ്ങൾ ഉണ്ടാകാം, എന്നാൽ ഇറാനെ ആ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തരുത്. അത് തന്നെയാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്ന പ്രതിരോധവും. അമേരിക്കയെ പാഠം പഠിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇറാൻ എന്ന് സാരം. ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുമല്ലോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇറാൻ എന്ന രാജ്യം ചരിത്രത്തിലുടനീളം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അചഞ്ചലമായ പോരാട്ട വീര്യത്തിന്റെയും അതുപോലെ തന്നെ ആത്മവിശ്വാസത്തിന്റെയും കഥകൾ തന്നെയാണ്. സാമ്രാജ്യത്വ ശക്തികളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ സ്വയം പര്യാപ്തതയിൽ വിശ്വസിക്കുന്ന ഒരു കരുത്തുറ്റ രാഷ്ട്രമായി ഇറാൻ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നിലകൊള്ളുന്നുണ്ട്. നൂറ്റാണ്ടുകളുടെ സാംസ്കാരിക പൈതൃകവും പോരാട്ട വീര്യവും സിരകളിൽ പേറുന്ന പേർഷ്യൻ മണ്ണ് ഇന്ന് ലോകശക്തികൾക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിലകൊള്ളുന്നു. കേവലം ഒരു മിഡിൽ ഈസ്റ്റ് രാജ്യം എന്നതിലുപരി അടിച്ചമർത്തപ്പെട്ട ജനതയുടെ ശബ്ദമായും സാമ്രാജ്യത്വത്തിന്റെ കണ്ണിലെ കരടായും ഇറാൻ മാറിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി തുടരുന്ന സാമ്പത്തിക ഉപരോധങ്ങളും സൈനിക ഭീഷണികളും ഇറാന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ നിഷ്പ്രഭമാകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികൾ ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുമ്പോൾ ആ പ്രതിസന്ധികളെ സ്വന്തം വികസനത്തിനുള്ള ഇന്ധനമാക്കിയ ചരിത്രമാണ് ഇറാന് പറയാനുള്ളത്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും പ്രതിരോധ രംഗത്തും ഇറാൻ കൈവരിച്ച സ്വയം പര്യാപ്തത ഏതൊരു വികസിത രാജ്യത്തെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. സ്വന്തമായി വികസിപ്പിച്ചെടുത്ത മിസൈൽ സാങ്കേതിക വിദ്യയും ഡ്രോണുകളും ഇറാന്റെ പ്രതിരോധ കവചത്തെ തകർക്കാൻ കഴിയാത്ത ഒന്നാക്കി മാറ്റിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഇറാന്റെ സൈനിക കരുത്തും അതുപോലെ രാഷ്ട്രീയ ഇച്ഛാശക്തിയും ഒരിക്കൽ കൂടി ലോകത്തിന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വിദേശ ശക്തികളുടെ അനാവശ്യമായ ഇടപെടലുകൾക്കും പ്രകോപനങ്ങൾക്കും കൃത്യമായ മറുപടി നൽകാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. തങ്ങളുടെ പരമാധികാരത്തിന് മേൽ കൈകടത്താൻ ശ്രമിക്കുന്ന ഏത് കൊമ്പൻ സ്രാവുകളെയും നിലയ്ക്ക് നിർത്താൻ തക്കവണ്ണം ഇറാന്റെ പ്രതിരോധ സംവിധാനം ഇന്ന് സജ്ജമാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മേഖലയിലെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള വ്യക്തമായ താക്കീതാണ് ഇറാനിൽ നിന്ന് ഇപ്പോൾ മുഴങ്ങി കേൾക്കുന്നതൊക്കെ. ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന പാരമ്പര്യം തങ്ങൾക്കില്ലെന്ന് ഇറാൻ പ്രവൃത്തിയിലൂടെ തെളിയിക്കുക കൂടി ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഇറാൻ ഒരു ആവേശം തന്നെയാണ്. ബാഹ്യശക്തികളുടെ അടിമത്തത്തിന് വഴങ്ങാതെ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഇറാന്റെ ആത്മവീര്യം മറ്റ് രാജ്യങ്ങൾക്ക് എന്നും മാതൃകയാണ്. പടിഞ്ഞാറൻ ശക്തികളുടെ കുതന്ത്രങ്ങളെ തന്ത്രപരമായി നേരിടുന്നതിനോടൊപ്പം തന്നെ മേഖലയിലെ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും വേണ്ടി ഇറാൻ നിലകൊള്ളുന്നു. ഇറാൻ എന്നത് വെറും ഒരു ഭൂപടമല്ല, മറിച്ച് അനീതിക്കെതിരെ പോരാടുന്ന ഒരു ജനതയുടെ വികാരമാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഉപരോധങ്ങൾ കൊണ്ട് ആ മണ്ണിലെ പോരാട്ട വീര്യത്തെ തളർത്താമെന്ന് കരുതുന്നവർക്ക് ചരിത്രം തെറ്റാണെന്ന് തെളിയിച്ചു കൊടുക്കുന്നു. ആത്മവിശ്വാസത്തിന്റെ കരുത്തിൽ ശത്രുക്കളുടെ ഏതു വെല്ലുവിളിയെയും നേരിടാൻ സജ്ജമായി നിൽക്കുന്ന ഇറാൻ വരും കാലങ്ങളിലും മിഡിൽ ഈസ്റ്റിലെ അനിഷേധ്യ ശക്തിയായിട്ട് തുടരുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അമേരിക്ക ഇടപെടുന്നുണ്ടോ എന്നതും അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വാഷിംഗ്ടണിന് പദ്ധതി ഉണ്ടോ എന്നതും ദശകങ്ങളായി അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. 1953 ഇറാനിലെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാൻ CIA നടത്തിയ ഇടപെടലുകൾ മുതൽ തുടങ്ങുന്നതാണ് ഈ അവിശ്വാസത്തിന്റെ ചരിത്രം. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അമേരിക്കയുടെ വിദേശ നയങ്ങളിൽ ഇറാനിലെ ഭരണമാറ്റം എന്ന ലക്ഷ്യം പലപ്പോഴും പരോക്ഷമായും പ്രത്യക്ഷമായും നേളിക്കാറുണ്ട്. അതിനെക്കുറിച്ച് നിരവധി ചർച്ചകളും നടന്നിട്ടുണ്ട്. ഇറാനിൽ പലപ്പോഴായി പൊട്ടിപ്പുറപ്പെടുന്ന ആഭ്യന്തര പ്രതിഷേധങ്ങൾക്ക് അമേരിക്ക നൽകുന്ന പരസ്യമായ പിന്തുണയും ആ രാജ്യത്തിന് മേൽ ചുമത്തുന്ന കഠിനമായ സാമ്പത്തിക ഉപരോധങ്ങളും ഭരണകൂടത്തെ ദുർബലപ്പെടുത്തുക എന്ന തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്. ഇറാനിലെ യുവജനങ്ങളും സ്ത്രീകളും നടത്തുന്ന പ്രതിഷേധങ്ങളെ ജനാധിപത്യത്തിനായുള്ള പോരാട്ടമായി അമേരിക്ക വിശേഷിപ്പിക്കുമ്പോൾ അത് തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കടന്നു കയറാനുള്ള പാശ്ചാത്യ ശ്രമമായിട്ടാണ് ഇറാൻ ഭരണകൂടം നോക്കിക്കാണുന്നത്. ഉപരോധങ്ങൾ വഴി ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുന്നതിലൂടെ ജനങ്ങൾക്കിടയിൽ അതൃപ്തി പടർത്താനും അതുവഴി ഒരു ആഭ്യന്തര വിപ്ലവത്തിന് വഴിമരുന്നിടാനും അമേരിക്ക ശ്രമിക്കുന്നുണ്ട് എന്ന വാദവും ശക്തമാണ്. പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിലെ ഇറാന്റെ സ്വാധീനം കുറയ്ക്കുക എന്നത് അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും പ്രധാനപ്പെട്ട താല്പര്യമാണ്. ഇറാനിലെ പ്രതിഷേധക്കാർക്ക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ലഭ്യമാക്കുന്നതും അന്താരാഷ്ട്ര വേദികളിൽ പ്രതിഷേധങ്ങൾക്ക് അനുകൂലമായി നിലപാടുകൾ സ്വീകരിക്കുന്നതും ഈ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പുകളായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്.
എങ്കിലും ഇറാനിലെ ഭരണമാറ്റം എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ലെന്ന് ലോകശക്തികൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇറാന്റെ കരുത്തുറ്റ സൈനിക സംവിധാനവും വിട്ടുവീഴ്ചയില്ലാത്ത ഭരണകൂട നിലപാടുകളും ഏത് തരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങളെയും പ്രതിരോധിക്കാൻ പ്രാപ്തം തന്നെയാണ്. യുദ്ധത്തിലൂടെയുള്ള ഒരു മാറ്റം മേഖലയിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുമെന്നതിനാൽ ആഭ്യന്തര പ്രതിഷേധങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കുക എന്ന നയമാണ് അമേരിക്ക നിലവിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നേരിട്ടുള്ള ഒരു സൈനിക നീക്കത്തെക്കാൾ ഉപരിയായി സാമ്പത്തികമായും രാഷ്ട്രീയമായും ഇറാനെ തളർത്തിക്കൊണ്ട് അവിടുത്തെ ഭരണവ്യവസ്ഥയിൽ മാറ്റം കൊണ്ടുവരിക എന്നത് അമേരിക്കയുടെ ദീർഘകാല താല്പര്യങ്ങളിൽ ഒന്നായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇറാന്റെ ആത്മവീര്യവും ജനകീയ അടിത്തറയും ഈ സമ്മർദ്ദങ്ങളെ എത്രത്തോളം അതിജീവിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും മിഡിൽ ഈസ്റ്റിന്റെ ഭാവി എന്നതുകൂടി നമ്മൾ ഇവിടെ പറയേണ്ടതുണ്ട്. ഇറാനെ തകർക്കുക എന്നത് കേവലം ഒരു അമേരിക്കൻ താല്പര്യം എന്നതിലുപരി ഇസ്രായേലിന്റെ നിലനിൽപ്പിന്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെയും ഭാഗമായുള്ള ഒരു പ്രധാന ലക്ഷ്യം കൂടിയാണ്. മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ ഭൂപടം പരിശോധിച്ചാൽ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിലകൊള്ളുന്നത് ഇറാൻ ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. സമാനതകളില്ലാത്ത സൈനിക കരുത്തും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുള്ള ഇറാൻ മേഖലയിൽ ഇസ്രായേലിന്റെ മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഏക ശക്തിയായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ ആണവ പദ്ധതികൾ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് ഇസ്രായേൽ നിരന്തരം വാദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇറാന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ തടയുക എന്നതാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത ലക്ഷ്യമെന്ന് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ വായിച്ചെടുക്കാവുന്നതാണ്. ഇറാന്റെ സൈനിക മുന്നേറ്റങ്ങളെയും സാങ്കേതിക വളർച്ചയെയും തടയാൻ ഇസ്രായേൽ സ്വീകരിക്കുന്ന നയങ്ങൾ പലപ്പോഴും ആഗോള തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഇറാന്റെ ഉള്ളിൽ നടക്കുന്ന ശാസ്ത്രജ്ഞന്മാരുടെ വധം, അതുപോലെ തന്നെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ എന്നിവയെല്ലാം ഈ രഹസ്യ യുദ്ധത്തിന്റെ ഭാഗം തന്നെയാണ്. ലബനിലെ ഹിസ്ബുള്ള, ഫലസ്തീനിലെ ഹമാസ് തുടങ്ങിയ സംഘടനകൾ ഇറാൻ നൽകുന്ന പിന്തുണ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സുരക്ഷാ ഭീഷണി തന്നെയാണ്. ഇത് തന്നെയാണ് ഇസ്രായേൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ഇറാന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുന്നതിലൂടെ ഈ സംഘടനകളിലേക്കുള്ള സഹായങ്ങൾ ഇല്ലാതാക്കാനും അതുവഴി ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കാനുമാണ് അവർ ലക്ഷ്യമിടുന്നത്. അതിന് കൂട്ടുപിടിക്കുന്നത് ചങ്ങാതിയായിട്ടുള്ള അമേരിക്കയാണെന്ന് മാത്രം. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളും അതുപോലെ ഇസ്രായേലിന്റെ തന്ത്രപരമായ സൈനിക നീക്കങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്കുള്ള രണ്ട് വഴികളാണ്. അറബ് രാജ്യങ്ങളുമായി ഇസ്രായേൽ അടുക്കുന്ന എബ്രഹാം ഉടമ്പടി പോലുള്ള നീക്കങ്ങൾക്ക് പിന്നിലെ പ്രധാന ലക്ഷ്യം ഇറാനെ ഒറ്റപ്പെടുത്തുക എന്ന് തന്നെയാണ്. ഇറാനെതിരെയുള്ള ഏതൊരു നീക്കത്തിലും ഇസ്രായേലിന് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുമുണ്ട്. ഇറാന്റെ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തുന്നതിലൂടെ മിഡിൽ ഈസ്റ്റിലെ സമാധാന അന്തരീക്ഷം തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റാമെന്നാണ് ഇവർ കരുതി പോരുന്നത്. എങ്കിലും ഇത്രയേറെ വെല്ലുവിളികൾ ഒരേ സമയം നേരിടുമ്പോഴും ഇറാൻ കാണിക്കുന്ന ആത്മവീര്യം ഇസ്രായേലിനെയും അതുപോലെ തന്നെ അമേരിക്കയെയും അമ്പരപ്പിക്കുന്നത് തന്നെയാണ്. തങ്ങളുടെ മണ്ണിൽ വിദേശ ശക്തികളുടെ അധിനിവേശം അനുവദിക്കില്ല എന്ന ഇറാന്റെ ഉറച്ച നിലപാട് മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. ഇറാന്റെ പതനം ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ പതറാത്ത പോരാട്ട വീര്യവുമായി ആ രാജ്യം നിലകൊള്ളുന്നത് വെറും ഒരു ഭരണകൂടത്തിന്റെ കരുത്തുകൊണ്ടല്ല, മറിച്ച് സാമ്രാജ്യത്വ വിരുദ്ധതയിൽ ഊന്നിയ ഒരു ജനതയുടെ ദൃഢനിശ്ചയം കൊണ്ടുകൂടിയാണ്. മിഡിൽ ഈസ്റ്റിലെ വരുംകാല രാഷ്ട്രീയ നീക്കങ്ങൾ ഈ രണ്ട് പക്ഷങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ തീവ്രത നിർണയിക്കുന്നതായിരിക്കും എന്ന കാര്യത്തിലും യാതൊരുവിധ തർക്കവുമില്ല. മിഡിൽ ഈസ്റ്റിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു വലിയ പ്രതിസന്ധിയിലാണ് എന്ന് നമുക്ക് ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. ഇറാനെ ഒതുക്കി നിർത്തുക എന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ദീർഘകാല അജണ്ടയാണ് എങ്കിലും അതിനെ പ്രതിരോധിക്കാൻ ഇറാൻ രൂപപ്പെടുത്തിയ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് അല്ലെങ്കിൽ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന തന്ത്രം മേഖലയിലെ സമവാക്യങ്ങളെ പാടെ മാറ്റിമറിച്ചിരിക്കുന്നു. ലബനൻ, സിറിയ, ഇറാഖ്, യമൻ, ഫലസ്തീൻ എന്നിവിടങ്ങളിലെ ശക്തമായ സ്വാധീനത്തിലൂടെ ഇസ്രായേലിനും അമേരിക്കൻ താല്പര്യങ്ങൾക്കും ചുറ്റും ഒരു പ്രതിരോധ വലയം തീർക്കാൻ ഇറാന് സാധിച്ചു എന്നത് പ്രശംസനീയമാണ്. ഇത് കേവലം ഒരു സൈനിക നീക്കമല്ല, മറിച്ച് സാമ്രാജ്യത്വ അധിനിവേശത്തിനെതിരെയുള്ള ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ്. ഇറാന്റെ ആണവ സാങ്കേതിക വിദ്യ ഒരു ഭീഷണിയായി ചിത്രീകരിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. എന്നാൽ സ്വന്തം മണ്ണിൽ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക മിസൈലുകളും ഡ്രോൺ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഏത് ആക്രമണത്തെയും നേരിടാൻ തങ്ങൾ സജ്ജമാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളും തെളിയിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഇറാന്റെ നീക്കങ്ങൾ തങ്ങളുടെ ക്ഷമയെ ബലഹീനതയായി കാണരുത് എന്ന വ്യക്തമായ താക്കീതാണ് നൽകുന്നത്. അമേരിക്കൻ പിന്തുണയുള്ള ഇസ്രായേലിന്റെ പ്രതിരോധ കവചങ്ങളെ പോലും ഭേദിക്കാൻ തക്ക ശേഷി തങ്ങൾക്കുണ്ടെന്ന് ഇറാൻ ലോകത്തിന് ഇതിനോടകം തന്നെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞു. മേഖലയിലെ മറ്റ് രാജ്യങ്ങളുടെ നിലപാടുകളും ഇവിടെ ഏറെ നിർണായകമാണ് കേട്ടോ. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ പണ്ട് ഇറാനുമായി ശത്രുതയിലായിരുന്നുവെങ്കിൽ ഇന്ന് ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാനും അതുപോലെ തന്നെ സൗദി അറേബ്യയും തമ്മിലുണ്ടായ നയതന്ത്ര ബന്ധം അമേരിക്കയും അതുപോലെ അമേരിക്കയുടെ സുഹൃത്തായിട്ടുള്ള ഇസ്രായേലിനെയും ഒരുപോലെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അറബ് രാജ്യങ്ങളെ ഇറാനെതിരെ അണിനിർത്തുക എന്ന വാഷിംഗ്ടണിന്റെ തന്ത്രം പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേഖലയിലെ രാജ്യങ്ങൾക്കിടയിലുള്ള ഐക്യം തങ്ങളുടെ അധിനിവേശത്തിന് തടസ്സമാകുമെന്ന് അമേരിക്ക ഇന്ന് ഭയപ്പെടുന്നുമുണ്ട്.
ഇറാന്റെ ഈ മുന്നേറ്റം വെറും ഒരു സൈനിക പ്രകടനം മാത്രമല്ല, മറിച്ച് ലോകക്രമത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുടെ സൂചന കൂടിയാണ്. റഷ്യയും ചൈനയുമായുള്ള ഇറാന്റെ വർദ്ധിച്ചു വരുന്ന സഹകരണം അമേരിക്കയുടെ ഏകധ്രുവ ലോകക്രമത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കാൻ ബദൽ മാർഗങ്ങൾ കണ്ടെത്തുന്നതിലൂടെ അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യത്തെ പോലും ഇറാൻ ചോദ്യം ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇറാന്റെ പോരാട്ടം തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് അടിച്ചമർത്തപ്പെട്ട എല്ലാ രാഷ്ട്രങ്ങളുടെയും പരമാധികാരത്തിന് വേണ്ടിയുള്ളത് തന്നെയാണ്. എത്രത്തോളം സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും തങ്ങളുടെ ആദർശങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഇറാൻ മിഡിൽ ഈസ്റ്റിലെ അചഞ്ചലമായ കരുത്തായിട്ട് ഇന്നും നിലകൊള്ളുന്നു എന്നത് നമ്മളിവിടെ സംസാരിക്കേണ്ട വിഷയം തന്നെ. അപ്പോൾ ഇറാനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.